من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله العلي العظيم وصدق وبلغ رسوله النبي ونحن على ذلك من الشاهدين الشاكرين الحمد لله رب العالمين. طوبى لنا بخلنا بمن بدا نور الهدى طه رسول الله بشرى مرحبا بالنور مرحبا على النبي سند صلاة الله سرمدا دام سلام الله. طوبى لنا بخلنا بما بدا نور الهدى طه رسول الله بشرى مرحبا بالنور مرحبا على النبي سند صلاة الله سرمدا دام سلام الله. طالع السعادة بدلنا بالضياء ربيع الأول بابا للرسول هديا طالع السعادة بدلنا بالضياء ربيع الأول بابا للرسول هديا يا شهرا بك نرحب العليا حين حبيب الله حائطا فيك رسول الله. طوبى لنا بخلنا بما بدا نور الهدى طه رسول الله بشرى مرحبا بالنور مرحبا على النبي سد صلاة الله سرمدا دام سلام الله. إنه داع إلى دين الله في الصناع سيد الكائنات محمد المصطفى إنه داع إلى دين الله في الصناع سيد الكائنات محمد المصطفى وقنا به صنع فقلبنا ذو شقا لا مع دين الله مرحبا طالع ذكر الله. طوبى لنا بخلنا بمن بدا نور الهدى طه رسول الله بشرى مرحبا بالنور مرحبا على النبي سند صلاة الله سرمدا دام سلام الله. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പരീതിരാവത്ത ചാരുംപറമ്പ് നമസ്കാര പള്ളിയുടെ പ്രസിഡന്റ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ജലീൽ ഉസ്താദ് PTA പ്രസിഡന്റ് ജമാഅത്തിന്റെ പ്രസിഡന്റ് അതുപോലെ PTA കമ്മിറ്റി അംഗങ്ങൾ ധാരാളം ആൾക്കാർ പരിപാലന സമിതിയിലും അല്ലാതെയും ഒക്കെ കമ്മിറ്റികളിലൊക്കെ പെട്ടവർ അതുപോലെ പ്രിയ രക്ഷകർ അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലെ നമുക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കുവാൻ അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തായാലും മക്കൾക്കൊക്കെ പാട്ട് പാടുമ്പോൾ സമ്മാനം കൊടുക്കും. എനിക്കും സമ്മാനം തന്നേ പറ്റും. ഞാൻ അതുകൊണ്ടാണ് ഒരു പാട്ട് പാടിയത്. ഉസ്താദിൻ്റെ അടുത്ത് ബാഗ് നോക്കിയിട്ടാണ് ഞാൻ ഇതൊക്കെ എനിക്കും കിട്ടിയേ പറ്റില്ല. അതുകൊണ്ടാണ് പാടിയത്. അടിയുള്ള പോലെ അല്ലേ ഷൈബ് സാഹിബിന് ചിരിക്കാൻ എനിക്ക് വാങ്ങിച്ച് തന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്റ്റേജിലും സദസ്സിലുമൊക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പൊന്നുമക്കളുടെ 1 മണിക്കൂർ പറ്റുമോ? ഇല്ലെങ്കിൽ 60 മിനിറ്റ് അത് മതി. പറ്റുമോ? 60 മിനിറ്റ് ഇരുന്നാലും മതി. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ പറ. അൽഹംദുലില്ലാഹ്. വളരെയധികം സന്തോഷം. റഹ്മാനായ റബ്ബ് ഈ കൂട്ടായ്മയെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ നീട്ടിപ്പരത്തി മുഖവുരയിലേക്കൊന്നും കടക്കാതെ ഞാൻ എൻ്റെ ചെറിയൊരു വിഷയത്തിലേക്ക് കടക്കാണ്. പാരാപാരം പോലെ പരന്നു കിടക്കുന്ന വിഷയത്തിൽ നിന്ന് ഒരു അല്പഭാഗം മാത്രം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോവാണ്. അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ ഒരു ഭവനത്തിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ ഇൽമു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഇൽമു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സഹാബാക്കന്മാർ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് എന്താണോ പുറത്തേക്ക് വരുന്നത്, ആ നാവിൻ തുമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്താണ് എന്ന് കേട്ടുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലിരിക്കുമ്പോ ആ വീടിന്റെ വാതിൽക്കലേക്ക് വന്ന് നിന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്നൊരു സലാം പറയാം. അല്ലാഹുവിന്റെ റസൂൽ സലാം അടക്കി മിണ്ടാതിരുന്നപ്പോ വീണ്ടും അല്ലാഹുവിന്റെ റസൂലിനോട് വീണ്ടും സലാം പറയുന്നു. അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ സലാം അടക്കി. സഹാബത്ത് അല്ലാഹുവിന്റെ റസൂൽ എന്താ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി കാത് കൂർപ്പിച്ചിരിക്കുകയാണ്. മൂന്നാമതും സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിച്ചു, സഹാബത്തെ ആ പുറത്തു വന്ന് നിൽക്കുന്നത് ആരെന്നറിയോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ആ മനുഷ്യനെ കാണാനുള്ള ആകാംക്ഷയോടുകൂടി പുറത്തേക്ക് നോക്കുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സദസ്സിലുണ്ട്. പ്രധാനപ്പെട്ട ഏകദേശമുള്ള എല്ലാ സഹാബത്തും അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ആ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ സഹാബാക്കന്മാർക്കറിയാം അല്ലാഹുവിന്റെ റസൂൽ അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യമാണ് ചോദിച്ചത്. അതിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം കേട്ട് തിരിഞ്ഞു നോക്കിയ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഞെട്ടുകയാണ്. കാരണം ഒരു മനുഷ്യൻ കണ്ടാൽ പേടിച്ചു പോകുന്ന രീതിയിലുള്ള കോലമായിട്ട് ഒരു മനുഷ്യൻ പുറത്തു നിൽക്കുകയാണ്. കുളിച്ചിട്ടില്ല, നനച്ചിട്ടില്ല, ഒരു രീതിയിലും മനുഷ്യനാണെന്ന് പോലും പറയാൻ കഴിയാത്ത നിലയിലുള്ള ഒരു വിരൂപിയായ മനുഷ്യൻ പുറത്തു നിൽക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, ആ മനുഷ്യന് കടന്നു വരാനുള്ള വഴി നൽകണേ എന്ന് പറഞ്ഞു. സഹാബത്തിന്റെ ഇടയിലൂടെ നടന്നു വരുമ്പോ വല്ലാതെ ദുർഗന്ധം വമിക്കുകയാണ്. കുളിച്ചിട്ടില്ല, നനച്ചിട്ടില്ല, മനുഷ്യ കോലമെന്ന് പോലും പറയാൻ കഴിയാത്ത നിലയിൽ വിരൂപിയായ ആ മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദറത്തിലേക്ക് കടന്നു വന്നിരിക്കുക. റസൂലുള്ളാഹിന്റെ നേർക്ക് നേരെ വന്നിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തേ വന്നത്? അല്ലാഹുവിന്റെ റസൂലിനറിയാം, അല്ലാഹുവിന്റെ ഹബീബിനറിയാം ഈ വന്നിരിക്കുന്നത് ആര് എന്ന് അല്ലാഹുവിന്റെ റസൂലിനറിയാം. ആ മുന്നിൽ വന്നിരിക്കുന്നയാളോട് ചോദിക്കാൻ, എന്തേ വന്നത്? നമ്മുടെ വീട്ടിൽ വരുന്ന ആളോട് ചോദിക്കുന്നത് പോലെ എന്തേ വന്നത് എന്ന് ചോദിക്കുമ്പോ ആ വന്നിരുന്ന മനുഷ്യൻ പറയുകയാണ്, പടച്ചതമ്പുരാന്റെ ഓർഡർ പ്രകാരമാണ് അല്ലാഹുവിന്റെ റസൂലേ
ഞാനിവിടേക്ക് കടന്നു വന്നതെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, എന്തേ ഇത്രത്തോളം മോശമായ കോലമെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലിരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് പറയാൻ, അല്ലാഹുവിന്റെ ഹബീബേ, നല്ല കോലത്തിൽ വന്നു കഴിഞ്ഞാൽ, നല്ല രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അങ്ങയുടെ സഹാബത്ത് എന്റെ പിന്നാലെ വരും. അതുകൊണ്ട് മോശമായ കോലത്തിൽ വരാൻ, മോശമായ വിരൂപമായ കോലത്തിൽ വരാൻ അല്ലാഹുവിന്റെ ഓർഡറാണ് പ്രവാചകരെ. മോശമായ കോലത്തിൽ വരാനാണ് അല്ലാഹുവിന്റെ ഓർഡർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരായിരിക്കും നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ? ആരാ? ഇബ്ലീസുൽ ലഈൻ. ഇന്ന് ഞാനും നിങ്ങളും തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കുന്ന ഇബ്ലീസ് ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, വളരെ സുദീർഘമായ ഭാഗമാണ്. ഹബീബ് ചോദിക്കുന്നു, എന്തേ വന്നത്, കാരണം എന്തേ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലിരുന്നു കൊണ്ട് ഇബ്ലീസ് പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയുടെ മുമ്പിലേക്ക് വന്നിരുന്നു കൊണ്ട് അങ്ങ് ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും കൃത്യമായ മറുപടി പറയുന്നതിന് വേണ്ടി അല്ലാഹു എന്നെ നിയോഗിച്ചിരിക്കുന്നു എന്ന് ഇബ്ലീസുൽ ലഈൻ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. കുടുംബം എവിടാണ്, ഗോത്രം എവിടാണ്, ഇത് മോശമായ വസ്ത്രമാണോ, അതൊന്നും അല്ല ചോദിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം 1500 ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ ഒരുമിച്ച് കൂടിയതെങ്കിൽ ആ ഹബീബിന്റെ മുന്നിൽ വെക്കുന്ന ഇബ്ലീസിനോട് അല്ലാഹുവിന്റെ റസൂലിന്റെ ആദ്യത്തെ ചോദ്യം എന്തെന്നറിയോ? എന്റെ പ്രിയ പെങ്ങളെ, ഹബീബ് ചോദിച്ചത്, ഈ ഭൂമി ലോകത്ത് വെച്ച് ഏറ്റവും വെറുക്കപ്പെട്ട മനുഷ്യനാരാ? ഇബ്ലീസ് ലഈനിനോട് ചോദിക്കാണ്, എന്തേ ഈ ഭൂമി ലോകത്ത് ഏറ്റവും വെറുക്കപ്പെട്ടവനാരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം കേട്ടിട്ട് ഇബ്ലീസുൽ ലഈൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ പൊന്ന മോമിനേ, മദ്യപിക്കുന്നവനെന്നല്ല പറഞ്ഞത്, കള്ളു കുടിക്കുന്നവനെന്നല്ല പറഞ്ഞത്, ചീത്ത വിളിക്കുന്നവനെന്നല്ല പറഞ്ഞത്. പിന്നെയോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാ, ഹബീബേ, ഈ ഭൂമി ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളത് അങ്ങാണ് ഹബീബേ, ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഈ ഭൂമി ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് ആരോടാ? നിങ്ങളോടാ. എന്റെ മുന്നിൽ വന്നെന്ന് പറഞ്ഞ എന്ത് ചെയ്യും? ഒരാൾ വന്നിട്ട് പറയാമോ, കങ്ങടത്തെ ഇമാമല്ലേ, ഓ നിങ്ങളെ എനിക്ക് കണ്ടുകൂടാന്ന് പറഞ്ഞ ബാക്കി പറയേണ്ടതുണ്ടോ? അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമത്തെ ചോദ്യം ഏതെന്നറിയോ? എന്റെ പൊന്ന മോമിനേ, എന്റെ പ്രിയ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, രണ്ടാമത്തെ വിഭാഗം ഏതാ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇബ്ലീസുൽ ലഈൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവരാ ഹബീബ് മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് ചൊല്ലാത്തവരെയാണ് എനിക്കിഷ്ടം. പേര് കേട്ടാലും ചൊല്ലില്ല, ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇബ്ലീസുൽ ലഈൻ ഓടട്ടെ, സദസ്സിൽ നിന്ന് ഓടട്ടെ. പടച്ച തമ്പുരാൻ റഹ്മാനായ റബ്ബ് അല്ലാഹു നമ്മളുടെ കൂട്ടത്തിലുള്ള ഇബ്ലീസ് ഓടണം. ഇല്ലെങ്കിൽ രക്ഷയില്ലെന്നേ, പരാജയപ്പെടുന്ന ഒരവസ്ഥയാണ്. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. മദ്രസ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അല്ലേ? 51ഓളം കുട്ടികളെ കൊണ്ട് ഉച്ചം കുത്തി നിന്നാണ് ഇവിടുത്തെ പുസ്തക ക്ലാസ് എടുക്കുന്നത്. നല്ല റാഹത്തായ നിലയിൽ ക്ലാസ് എടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും അതിൻ്റെ ബുദ്ധിമുട്ട് ഇതുവരെയെങ്കിലും രക്ഷകർത്താക്കളെ ചിന്തിച്ചിട്ടുണ്ടോ? 2 പേര് രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കുന്നതിൻ്റെ പാടുണ്ടല്ലോ. ശനിയാഴ്ച വരുമ്പോൾ ഉസ്താദെ ഒരു രാവിലെ ഒരു 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ മദ്രസ നടത്താൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഭക്ഷണമൊക്കെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നേക്കാം, ഇവിടെ നിൽക്കാൻ വല്ലാത്ത പാടാണ് അല്ലേ? 51ന്റെ കൂട്ടത്തിൽ കിടന്ന് മറിയാം.
ക്ഷമ എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് വല്ലാത്ത ക്ഷമയാണ്. അല്ലാഹു തആല 27 വർഷത്തോളമായി പടച്ചമ്പുരാൻ നീ ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ 20 വർഷമായി ജോലി വെക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 6ാമത്തെ സ്ഥലമാണ്. 27 വർഷം കൊണ്ട് ഒറ്റ സ്ഥലത്താണ്. ഇമാമിന് നിബന്ധനകൾ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. അല്ലാതെ ഇല്ല കേട്ടോ, ഇമാമിന് നിബന്ധനകളുണ്ട്, അതുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജോലിയിൽ അല്ലാഹു ഖൈർ ബറകാത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയ മുഅ്മിനുകളെ, പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിച്ചു അല്ലേ? ആകെ കിട്ടുന്നത് സ്കൂളിൽ പഠിക്കുന്ന ദിവസം അല്ലെങ്കിൽ സ്കൂളില്ലാത്ത ദിവസം 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കിട്ടിയാലും ഏകദേശം 7ാം ക്ലാസ് വരെ എടുക്കാൻ 3 മണിക്കൂർ കണ്ട് എത്ര ക്ലാസ് ശ്വാസം വിടുന്നോക്കി മക്കളടുത്ത് ചോദിക്കണം. ഞാനൊന്ന് ശ്വാസം വിട്ടോട്ടാണ് അല്ലേ? അത്രത്തോളം കഷ്ടപ്പാടാണ്. അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഇൻഷാ അല്ലാഹ് പ്രസിഡന്റിനോടൊപ്പം സംസാരിച്ച് വന്ന കൂട്ടത്തിൽ മദ്രസ വിദ്യാഭ്യാസത്തെ കുറിച്ചൊന്ന് ചർച്ച ചെയ്തു. പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിച്ചില്ല. അൽഹംദുലില്ലാഹ് ആഴ്ചയിൽ 1 ദിവസം നമ്മൾ സ്കൂൾ സിലബസ് പോലെ എന്ന് പറഞ്ഞാൽ സ്കൂളിലല്ല പഠിപ്പിക്കണേ, മദ്രസയുടെ സിലബസ് സ്കൂൾ സിസ്റ്റം പോലെ നമ്മുടെ മദ്രസ നമ്മുടെ സ്കൂളിനകത്ത് വെച്ച് എല്ലാ മദ്രസയിലും നമ്മുടെ 7ഓളം ബ്രാഞ്ചുകളുണ്ട്. അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് വലിയ ആഗ്രഹമാണ്, വേറെ ഒന്നും ലക്ഷ്യമില്ല ഇതിൻ്റെ പിന്നിൽ. നമ്മുടെ മക്കൾ പ്രാക്ടിക്കലായിട്ട് പഠിക്കണം. പ്രാക്ടിക്കലായിട്ട് നമസ്കാരം ഇപ്പൊ ഈ 3 മണിക്കൂർ കൊണ്ട് 7ാം ക്ലാസ് വരെ എടുക്കുന്ന കുട്ടികളുടെ ഇടയിൽ നമ്മൾ പറയാറുണ്ട് അവിടുത്തെ സിലബസ് ആ സെറ്റപ്പ് പറയാറില്ലേ? അവിടെ 5ഓ 10ഓ കുട്ടികളെ ഉള്ളൂ. 55 കുട്ടികളെ കൊണ്ട് 7 ക്ലാസ് വരെ എടുക്കുമ്പോൾ അത്രത്തോളം പ്രയാസമുണ്ട്. അതിന് ഒരു ആയാസം എന്നുള്ള നിലയ്ക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ അങ്ങനെ ആരംഭിക്കാം. ഇൻഷാ അല്ലാഹ് അത് സഹകരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരാഴ്ചത്തെ ക്ലാസ് ഒറ്റ ദിവസം കൊണ്ട് ഇൻഷാ അല്ലാഹ് സംവിധാനിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. അത് കളിച്ചും ചിരിപ്പിച്ചും പഠിപ്പിക്കാനുള്ള പരിശ്രമമാണ്. അല്ലാഹു തആല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിലൂടെ മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇവിടെ ഇരുന്ന് ചിന്തിക്കാൻ പടച്ച റബ്ബേ, ഉസ്താദെ എങ്ങനെ എൻ്റെ മോളെ ഞാൻ അവിടെ കൊണ്ടുവരും? ഇവിടെ നിന്ന് ഇത്രയും ദൂരമില്ലേ? അതിനൊക്കെ പടച്ച തമ്പുരാന്റെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നെഞ്ചിൽ കൈവച്ചിട്ട് പറയാൻ നമുക്കൊരു സംവിധാനമുണ്ട്. നമ്മുടെ കങ്ങട ജുമാ മസ്ജിദിലെ 3ഓളം വണ്ടികളുണ്ട്, വാഹനങ്ങളുണ്ട് അല്ലേ? അതൊക്കെ സംവിധാനങ്ങൾ അള്ളാഹു നമുക്ക് തന്ന ഫضലുകളാണ്. അതിനൊക്കെ സംവിധാനം എങ്ങനെയാണ്? നമ്മൾ ഇവിടുത്തെ PTA കമ്മിറ്റി വിളിക്കും, ഇവിടെ നിങ്ങളെയും വിളിക്കും. എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നുള്ള ചർച്ചകൾ നടന്ന് അതിന്റെ പരിസമാപ്തി കുറിച്ച് ഇൻഷാ അല്ലാഹ് ആഗ്രഹമാണ്. ഇത് താമസിച്ചു പോകുന്തോറും നമ്മുടെ മക്കൾ പിന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും, അതിലൊരു സംശയം വേണ്ട. അള്ളാഹു എത്രയും പെട്ടെന്ന് അതൊക്കെ ഒന്ന് ഖുർആനൊക്കെ നല്ല രീതിയിൽ ഖുർആനൊക്കെ നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന രക്ഷകർത്താക്കൾ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളുള്ള രക്ഷകർത്താക്കൾ ഒന്ന് കൈ ഉയർത്തിയ. 2ാം ക്ലാസ്സിൽ ഇവിടെ എത്ര കുട്ടികളുണ്ട്? 2ാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 11 പേരുണ്ട്. ആകെ 2 പേരാ കൈ ഉയർത്തിയത്. പരിശുദ്ധ ഖുർആൻ കണ്ടിട്ടുണ്ടോ? അവരെ കളിയാക്കുകയോ കൊച്ചാക്കുകയോ ചെയ്യുന്നതല്ല. 2ാം ക്ലാസ്സിൽ നമ്മുടെ സിലബസ് ശരിയല്ല എന്ന് ഇവിടെയെല്ലാം കേൾക്കുന്നുണ്ടെന്നറിയോ? പക്ഷേ UKG-യിൽ പഠിക്കുന്ന പൊന്നുമക്കൾ ഏകദേശം 5 മാസം കൊണ്ട് 14 അക്ഷരങ്ങൾ മാത്രം പഠിക്കുന്നത്. 14 അക്ഷരങ്ങൾ. എത്ര മാസം കൊണ്ട്? 5 മാസം കൊണ്ട് 14 അക്ഷരം. 14 അക്ഷരത്തിൽ 67 വാക്കുകൾ, വേടുകൾ ആകെ 5 മാസം കൊണ്ട് പഠിക്കുന്നതായി. നമ്മുടെ സിലബസ് മോശമല്ലയോ? പരിശുദ്ധ ഖുർആനിലേക്ക് കടന്നു വരുമ്പോൾ സൂറത്തുൻ നാസ് പറയുന്ന ആ ഭാഗത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് പഠിപ്പിക്കുമ്പോൾ തൊട്ട് താഴെ ഖുൽ ഒരു വാക്ക്, അഊദു അടുത്ത വാക്ക്, ഇങ്ങനെ പല വേടുകളായി വേർതിരിച്ചിട്ട അവസാനം അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് സൂറത്തുൻ നാസ് പഠിപ്പിക്കണേ. ഇതുവരെ നമ്മളൊന്നും എഴുതിയിട്ടില്ല. ആ ഖുർആൻ എടുത്ത് നിവർത്തി നോക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. ഉള്ള സമയത്ത് അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ ഉച്ചമുത്തി നിന്ന് ജലീൽ ഉസ്താദ് എടുത്തു വിടും. പിറ്റന്നാ വന്ന് ഇവിടെ വന്ന് തുറക്കണേ. നമ്മുടെ മക്കളുടെ അവസ്ഥയാണ് അല്ലേ? എന്നിട്ട് പറയും നമ്മുടെ സിലബസ് ശരിയല്ല.
അല്ലേ? നമ്മളെടുത്ത് നോക്കിയിട്ടില്ലാതെ 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അഖ്ലാഖ് എടുത്തൊന്ന് വെച്ച് വായിച്ചു നോക്ക്. അഖ്ലാഖുണ്ട്, അതെന്ത് അല്ലേ? അഖ്ലാഖ് 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അഖ്ലാഖ് എടുത്ത് വെച്ച് പഠിപ്പിച്ച് വായിച്ചു നോക്ക്. പച്ച മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. മാതാപിതാക്കളോടുള്ള കടമകൾ, ഭക്ഷണം കഴിക്കേണ്ടുന്നതിന്റെ മര്യാദകൾ, ഉറങ്ങേണ്ടുന്നതിന്റെ മര്യാദകൾ. ഇത് അതിനകത്ത് ഉണ്ടായിരുന്നാ പോരാ. അത് മക്കൾ പഠിച്ചോ? ജലീൽ ഉസ്താദിന്റെ അടുത്ത് രാവിലെ വരുന്നു, തിരിച്ചു വരുമ്പോ എന്ത് പഠിപ്പിച്ചു മക്കളെ, ഏത് പാഠമാ പഠിപ്പിച്ചത് എന്ന് ചോദിച്ചിട്ടൊന്ന് വായിച്ച് അത് മക്കളുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കാത്തിടത്തോളം കാലം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പോലെ അമ്മാനെയും മത്താനെയും കുടുംബത്തിലുള്ളവരെയും ചുറ്റികല്ല് കൊണ്ട് അടിച്ചു കൊള്ളുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. കേട്ടില്ലേ അഫ്വാൻ? കേട്ടില്ലേ? ഭയങ്കര സന്തോഷമല്ലേ അത് കേട്ടപ്പോ? ആ 88 വയസ്സുകാരിയായ ആ ഉമ്മ എനിക്ക് ഭക്ഷണം വേവിച്ച് തന്നിട്ടുണ്ട്. ആ പള്ളിയോട് ചേർന്ന് താമസിക്കുന്ന ഉമ്മയായിരുന്നു. അസർ നമസ്കാര ശേഷം എന്തെങ്കിലും ചെറുകടി ഉണ്ടാക്കി ചായ വെച്ചിട്ട് എന്നെ വിളിക്കാറുണ്ടായിരുന്നു ആ ഉമ്മ. 88 വയസ്സുകാരിയായ ആ ഉമ്മ എല്ലാ ദിവസവും കാണുമ്പോ ആകെ പറയാറുള്ളത്, ഉസ്താദേ എനിക്ക് ഈമാനോടുകൂടി മരിക്കണം, ഇതല്ലാതെ മറ്റൊരാഗ്രഹം എനിക്കില്ല. ഈ 88ാമത്തെ വയസ്സിൽ താമസിക്കുമ്പോഴും ഒരു ഗുളിക പോലും കഴിക്കുന്നില്ല. ഒരു രോഗത്തിന്റെ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? മരിച്ചു കിടക്കുന്ന ഫോട്ടോ കണ്ടോ? അടിച്ചു കൊന്ന രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സമയത്ത് നമ്മൾ നമസ്കാരത്തിൽ കൈ കെട്ടുന്നത് എങ്ങനെയാണോ അതുപോലെ കൈകെട്ടി കിടക്കുന്ന ഒരവസ്ഥ. പടച്ച തമ്പുരാൻ ഷഹീദിന്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തിനടിച്ചു കൊന്നേ? സ്വർണം കൊടുക്കാത്തതുകൊണ്ട്. അള്ളാഹു പടച്ച തമ്പുരാൻ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഈ അഫ്വാനെ എനിക്കറിയാം, അഫ്വാൻ അടിച്ചു കൊന്ന ആ കുട്ടിയെ എനിക്കറിയാം. ഓട്ടിസം ബാധിച്ച മകനാണ് ആ ഇളയ കുട്ടി. അടിച്ചു കൊന്നില്ലേ? കുഴിമന്തി വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്ത് അത് കഴിക്കുന്നതിന് മുമ്പ് അടിച്ചു കൊന്നിട്ട പ്രിയ അനുജൻ എന്ന് പറയുന്ന ആ കുട്ടി ആ ഓട്ടിസം ബാധിച്ചവനാണ്. അള്ളാഹു പടച്ച തമ്പുരാൻ നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബത്തിലുള്ള പല പരിപാടികളിലും പങ്കെടുത്തിട്ടുള്ള അഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയും എനിക്കറിയാം. ഏത് തരത്തിൽ ദുആ ചെയ്യും. 4 ജനാസയും പള്ളിക്കകത്തേക്ക് കൊണ്ടുവന്നു വെച്ച് നമസ്കാരത്തിൽ ഒരുമിച്ച് കൂടി 1500 പരം വരുന്ന ആൾക്കാരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാതെ നിസ്കരിക്കാൻ സാധിച്ചിട്ടില്ല. ആരെയും അവിടെയൊക്കെ പ്രാഗിയത്? ആ മകനെ അല്ലേ? അഫ്വാൻ എന്ന് പറയുന്ന ആ 22 വയസ്സുകാരനെ. അല്ലാഹുവേ, ഇനിയും ചിന്തിച്ചു നോക്ക്. എവിടെ പോകണമെന്നറിയോ? അഫ്വാന്റെ പ്രവർത്തനം കണ്ടുകൊണ്ട് പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്ന ഞാനും നിങ്ങളും ആദം നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിലേക്ക് കടന്നു ചെല്ലുക. അവിടെയും അടിച്ചു കൊന്നു അല്ലേ? ഒരു മകൻ മറ്റൊരു മകനെ അടിച്ചു കൊന്നു. എന്തിന്റെ പേരില? പെണ്ണിനു വേണ്ടി. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. മനുഷ്യന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാ. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ രക്ഷ നേടാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കും. പടച്ച തമ്പുരാനെ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഞങ്ങളുടെ പൊന്നുമക്കൾ ഞങ്ങൾക്ക് ഇമാമ നിൽക്കുന്ന, നേതൃത്വം വഹിക്കുന്ന പൊന്നുമക്കളാക്കി മാറ്റണേ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചുവെങ്കിൽ അതേപോലെ എന്റെ പ്രിയ മുഅ്മിനുകളെ എതിരായി വരുന്ന അവസ്ഥ വരുമെന്ന ഖുർആൻ പഠിപ്പിക്കുന്നതെങ്കിൽ സൂക്ഷിച്ചോ. പടച്ച തമ്പുരാൻ നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിന് വല്ല പ്രതിഫലം ഉണ്ടോ? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് പറയാണ്, പ്രവാചകരെ, 10 സ്വലാത്ത് ദിനേന ആരെങ്കിലും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്,
സിറാത്ത് എന്ന പാലത്തിലൂടെ അവന്റെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് കിടക്കുമെന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ കടന്നു പോകണോ? ചൊല്ലിക്കോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചറബേ, സിറാത്ത് എന്ന പാലത്തിൽ ജിബ്രീലിന്റെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിൽ പോകാൻ അല്ലാഹുവേ നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. സിറാത്ത് എന്ന പാലം എന്ന് കേൾക്കുമ്പോൾ സാധാരണ നാം കാണുന്ന പാലമൊന്നുമല്ല. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്ന ഭാഗമുണ്ട്. ജിസ്റും മൻസൂബുൻ അലാ മത്നി ജഹന്നം. നരകത്തിന്റെ മുകളിലൂടെ നാട്ടപ്പെട്ട പാലമാണ്. നരകത്തിന്റെ അവകാശികൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന ഭാഗമുണ്ട്. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ജിസ്റും മൻസൂബുൻ അലാ മത്നി ജഹന്നം വഅഹദ് മിനസ്സൈഫി വഅദഖ് മിനശ്ശൈരി വഅദ്ലമു മിനൽ ലൈലിൽ മുദ്ലിമി. ആരാണെന്ന് പോലും അറിയാത്ത ഇരുൾ കൊണ്ട് മൂടപ്പെട്ട സ്ഥലമാണ് സിറാത്ത് എന്ന പാലമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുമ്പോ എന്റെ മുന്ന് മൂമിനെ അവിടെ കടന്നു പോകണമോ? ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഇത് കേട്ടുകൊണ്ടുവന്ന ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വാക്ക് കേട്ടുകൊണ്ടുവന്ന മീകായിൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ജോലി എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ജോലി അവ അത് ഓർത്തിരിക്കുക. ഇസ്ലാമിക നീ എത്രയല്ല മാഷാ അവൻ പറഞ്ഞല്ലോ, അവൻ ചോദിച്ച ചോദ്യം അപ്പോൾ തന്നെ പറഞ്ഞല്ലോ. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കണ്ണട സൂപ്പർ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയാം. നിനക്ക് വേണ്ടി എത്ര പേര് ആമീൻ പറയുന്നത്? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ജോലി എന്താ? ഫ്ലൈറ്റ് പറപ്പിക്കില്ല. ജിബ്രീൽ അലൈഹിസ്സലാമിനെ അറിയോ? അതെ, അത് പറഞ്ഞല്ലോ, ഒരു പ്രാവശ്യം പറഞ്ഞു. ഇസ്രാ മിഅ്റാജിന്റെ രാത്രി ജിബ്രീൽ അലൈഹിസ്സലാം കൂടെ പോയി. അതല്ലാതെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരു ജോലിയുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. വണ്ടി ഓടിക്കില്ല. അതാണ് പ്രവാചകന്മാർക്ക് വഹി എത്തിച്ചു കൊടുക്കലാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ജോലിയിലെ. ഇവിടെ ഇനിയിപ്പോ മേലാല് ഞാൻ വരുന്ന സമയത്ത് കുട്ടികൾ മുന്നിൽ വരില്ല. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇല്ലേ? ഇന്ന് മദ്രസ പഠിക്കില്ല. അവൻ പറയുന്നത് ഞാൻ ഇവിടത്തെ ആളേ അല്ല. ഇല്ലേ? ഇവിടെ നമ്മുടെ മദ്രസ പഠിക്കുന്നവരുടെ ലീഗിനുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ മദ്രസ പഠിച്ചിട്ടുള്ള ഒരു പയ്യൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ചോദ്യം ചോദിക്കാന്നൊക്കെ പറഞ്ഞാൽ സംസാരിച്ചു തുടങ്ങി. യാസീൻ വേറെ, യാസീൻ എഴുതുന്നല്ലയോ. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ മലക്ക് പോട്ടെ. പ്രവാചകന്മാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് ആര്? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ജോലി. രണ്ടാമത്തെ മലക്കിന്റെ പേരെന്തെന്നാ? നമ്മൾ 10 മലക്കിന്റെ പേര് പഠിച്ചു. 5ാം ക്ലാസ്സുകാർ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ 5ാം ക്ലാസ് ഇല്ല, നിർത്തലാക്കി. ഇന്നത്തേക്ക് 5ാം ക്ലാസ് നിർത്തലാക്കിയില്ലേ? പറഞ്ഞേ. 10 മലക്കുണ്ട്, പ്രധാനപ്പെട്ട 10 മലക്കുണ്ട്. ജിബ്രീൽ കഴിഞ്ഞ പിന്നെ ഏതാ? മാഷാ അല്ലാഹ്. അടുത്തിരുന്ന അമ്മച്ചി പറഞ്ഞു കൊടുക്കാണ്. പറവങ്ങളെ ഉറച്ചങ്ങോട്ട് പറയാൻ. മീകായിൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത് കേട്ടപ്പോൾ മീകായിൽ അലൈഹിസ്സലാമിന് വല്ലാത്ത ആഗ്രഹം. എന്തിന്റെ ആഗ്രഹം? അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിന് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു സ്ഥാനമാനം കൊടുത്തപ്പോ മീകായിൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാൻ, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങയുടെ പേരിൽ 10 സ്വലാത്ത്
ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നിലയിൽ ചൊല്ലിക്കഴിഞ്ഞാൽ ഹൗദുൽ കൗസറിൽ നിന്ന് ഞാൻ കുടിപ്പിക്കും പ്രവാചകരെ. ജോലി എന്താ? സ്വലാത്ത് ചൊല്ലിയാൽ മതി. നമസ്കാരം ഇല്ലാത്ത സ്വലാത്ത് അല്ല കേട്ടോ. 10 സ്വലാത്ത് 5 നേരവും നമസ്കാര ശേഷം ചൊല്ലാൻ ഒരു സ്വലാത്ത് പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. വിട്ടുപോയില്ലെങ്കിൽ, ഈ സ്റ്റാൻഡ് വിട്ടുപോയില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് പറഞ്ഞു തരും. ഏതാ ഇത്? നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ ഉപയോഗപ്പെടും. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മീകായിൽ അലൈഹിസ്സലാം പഠിപ്പിച്ച ഭാഗം ഹൗദുൽ കൗസറിൽ നിന്ന് കുടിപ്പിക്കുമെന്നാണ്. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ച ഹൗദാണ്. അല്ലാഹുവിന്റെ ഹബീബ് പോലും ധാരാളം വിശേഷണങ്ങൾ നൽകപ്പെട്ട ഹൗദാണ്. എല്ലാ പ്രവാചകന്മാർക്കും ഹൗദുണ്ട്. അല്ലാഹു എനിക്ക് നൽകിയ ഹൗദിന്റെ പേരാണ് ഹൗദുൽ കൗസർ. അല്ലാഹു നൽകിയ ഹൗദാണ്. ആ ഹൗദിന്റെ ഓരത്ത് ചെന്ന് നിൽക്കുമ്പോ മീകായിൽ അലൈഹിസ്സലാം തരുമെന്നാണ് വെള്ളം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമത്തെ മലക്ക് കടന്നു വരികയാണ്. ധാരാളം പറയാനുണ്ട്. മൂന്നാമത്തെ മലക്ക് കടന്നു വന്നു. ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ്. ഇസ്രാഫീലിന്റെ ജോലി അറിയോ? സൂറെന്ന കാഹളത്തിൽ ഊതലാണ്. സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോ സർവ്വതും എന്താവും? സർവ്വതും നശിക്കും. ഞാൻ നിങ്ങളൊക്കെ നശിച്ച് നമ്മുടെ വീട് എല്ലാം ഇനി പുകച്ചിവിടെ നാളെ ചാടിക്കണ്ട. ഇന്ത്യയിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിൽ ഓതുമ്പോ സർവ്വതും നശിക്കും. അല്ലേ? നശിക്കൂലേ? ഉറപ്പാണോ? ആ ഇസ്രാഫീൽ അലൈഹിസ്സലാം പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ പേരിൽ 10 സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട നിലയിലാണ് സ്വലാത്ത് ചൊല്ലുന്നതെങ്കിൽ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഞാൻ കടന്നു വന്നിട്ട് ആ മനുഷ്യനെ നരകത്തിൽ വിടാതെ സ്വർഗത്തിൽ വിടുന്നത് വരെ സുജൂദിൽ കിടക്കുമെന്ന് ഇസ്രാഫീൽ അലൈഹിസ്സലാം പറഞ്ഞെങ്കിൽ 10 സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് എത്ര സെക്കൻഡ് വേണം? അനുഗ്രഹിക്കട്ടെ. ഞാനിത് ഓടിച്ചു പറഞ്ഞു വരുന്നത് അവസാനം ഹബീബിന്റെ ചരിത്രത്തിലേക്കൊന്ന് വരാം. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിത ചരിത്രം, നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യമായ അവസ്ഥകൾ. നമ്മൾ സ്വലാത്ത് ചെല്ലും റിമോട്ട് കയ്യിൽ വെച്ചിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഈ അടുത്തൊരു വീഡിയോ റമദാനിൽ കണ്ടതാണ്. തഹ്ലീൽ ചെല്ലുന്നു ഒരു ഉമ്മാമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കളിക്കുന്നത് ഏതാണ്? ടെമ്പിൾ റൺ. അതാ ഗെയിം അറിയോ? ടെമ്പിൾ റൺ. ഇങ്ങനെ ചാടി ചാടി പോകുന്ന സാധനമുണ്ട്. മരമൊക്കെ മുറിഞ്ഞ് കിടക്കുന്ന റോഡിൽ. അപ്പൊ എന്ത് ചെയ്യും? ആ മനുഷ്യൻ താഴ്ന്നു പോകണം. സുബ്ഹാനല്ലാഹ്, ഉമ്മാമ കളിക്കണ കളിയുണ്ടല്ലോ. പടച്ച റബ്ബ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എനിക്ക് ഗെയിം എനിക്ക് മൊബൈലുണ്ട്. മോൻ എടുക്കുമ്പോൾ മാത്രം ഗെയിം ഡൗൺലോഡ് ചെയ്യും. അവൻ കളിച്ചിട്ട് അവൻ ഡിലീറ്റും ചെയ്യും. എനിക്ക് ഗെയിം കളിക്കാനും അറിയില്ല, അതിൻ്റെ പിന്നാലെ പോകാനും കഴിയില്ല. അപ്പോൾ പറയും സ്പോർട്സിനോട് താല്പര്യം ഇല്ലാത്ത സ്ഥലമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ എല്ലാ ക്രിക്കറ്റ് കളിക്ക് പോകും, ഷട്ടിൽ കളിക്ക് പോകും, ജിമ്മിന് പോകും, പറ്റുന്നതിന് എല്ലാത്തിനും പോകും. എല്ലാം ലൈവായിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്തിരുന്ന് കളിക്കാനുള്ള സമയമില്ലാന്നേ. കളിച്ച് സമയം കളഞ്ഞ് അവസാനം മൊബൈൽ ഓൺ ചെയ്യാനും പറ്റാത്ത അവസ്ഥയാക്കുന്ന ഒരു കാര്യമല്ലേ. അള്ളാഹു പടച്ച തമ്പുരാൻ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. പഠനം തെളിയിക്കുന്ന കേസ് കേട്ട് നമ്മുടെ മക്കൾ ഗെയിം കളിക്കൂലേ? എത്ര മണിക്കൂർ കളിക്കും? ആകെ ഇന്ന് രാവിലെ 8 മണി മുതൽ ഈ സമയം വരെയാണ് ആകെ കളിച്ചിട്ടുള്ളത്. വേറെ സമയത്തൊന്നും തൊടില്ല. ഒരാളോട് മുറുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ പറയാണ്, ഉസ്താദെ അങ്ങനെ ഞാൻ മുറുക്കാറില്ല. വീട്ടിൽ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴും മാത്രമേ മുറുക്കുള്ളൂ. മുറുക്കുന്നതേ മുറുക്കാനെന്നല്ലേ പറയുന്നത്? അങ്ങനല്ലേ? അങ്ങനല്ലേ? അപ്പൊ പ്രസിഡന്റ് പറയും, ഉസ്താദ് എന്നെ വെച്ചാണല്ലോ പറഞ്ഞത്. ഉസ്താദെ ഞാൻ ഒഴിവാക്കും, ഉറങ്ങുമ്പോൾ മാത്രമാണ്.
അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉദ്ദേശ ലക്ഷ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ എന്റെ പ്രിയ മുഅ്മിനീങ്ങൾ മനസ്സിലാക്ക്, ആ ഉമ്മാമ കളിക്കുന്നത് കണ്ടാലേ പടച്ചറപ്പേ അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നതിന്റെ ആ ഹുക്ം, ആ നിബന്ധന, അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചാടേണ്ടുന്ന സ്ഥലമേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം എന്താ? ശ്രദ്ധ ഇതിനകത്തല്ലേ നീക്കണേണ്ട സ്ഥലത്താണ്. അപ്പൊ ഓട്ടോമാറ്റിക് അടുത്തിരിക്കുന്ന ആളൊക്കെ ഓടിത്തരും. ചില വീടുകളിൽ രാത്രി ചെന്ന് കയറാൻ പറ്റില്ല. ആ വെടി വെക്കണേന്റെ സാധനത്തിന്റെ പേരെന്ന് പറഞ്ഞ് ഒരു ഗെയിം ഉണ്ടല്ലോ, എന്താണ് പലരും ഫ്രീ ഫയർ, പബ്ജി. ഒരു വീട്ടിൽ എന്റെ കുടുംബത്തിൽ നിന്ന് കയറാണ് രാത്രി 11 മണിയാണ്. അന്നാ ഞാൻ അറിയണ ഇങ്ങനെ ഒരു ഗെയിം കൂടെ ഉണ്ടെന്ന്. അതായത് പരസ്പരം നെറ്റ് ഓണാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു പല സ്ഥലങ്ങളിൽ ഇരുന്നു. അല്ലാഹുവേ മനുഷ്യൻ പേടിച്ച് മരിക്കുകയാണ്. ഇത് കളിച്ച് 1 മണി 2 മണി 3 മണി വരെ കളിക്കും. എന്നിട്ട് അവസാനം അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ സൂര്യന്റെ ചൂട് ഏറ്റ് എഴുന്നേക്കുന്ന ഒരവസ്ഥ, പൃഷ്ഠഭാഗത്തിൽ ചൂടടിക്കുന്നത്. എന്നാലും ആ അവസ്ഥയിൽ വന്നു. നമസ്കാരം ആയി ഹബീബിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരിമാരോട് സഹോദരങ്ങളോടൊന്ന് പറയട്ടെ, നമസ്കാരമില്ലാതെ നീ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഈ സ്വലാത്ത് പറയാൻ പോകുന്നത് ആ ഭാഗത്താ. കേട്ടോ, ഇസ്രാഫീൽ അലൈഹിസ്സലാം പറഞ്ഞു. എന്താ പറഞ്ഞേ? ഇസ്രാഫീൽ അലൈഹിസ്സലാം 10 സ്വലാത്ത് ചൊല്ലിയാൽ എന്ത് കിട്ടുമെന്നാ പറഞ്ഞേ? തരാന്ന് പറഞ്ഞു. മക്കളുടെ ആ മൊബൈൽ കൊടുത്തോ? ഇസ്രാഫീൽ അലൈഹിസ്സലാം 10 സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്ന് പറഞ്ഞേ? നിന്റെ ബാഗ് ഞാൻ കൊണ്ടുപോകും. നീ സംസാരിച്ചു, നിന്റെ ബാഗ് ഞാൻ കൊണ്ടുപോകും. നീ സംസാരിച്ചു. അങ്ങനെ ഇസ്രാഫീൽ അലൈഹിസ്സലാം സുജൂദിൽ വീഴും. അല്ലാഹു നമുക്കതിനെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി അടുത്തൊരു മലക്ക് വരാനുണ്ട്. ആരാ? നമ്മളടുത്ത് വരും. പള്ളിയിൽ വരുന്ന എല്ലാ ആൾക്കാരെയും മുസാഫഹാത്ത് ചെയ്യും. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, അസ്രായീൽ അലൈഹിസ്സലാം 5 നേരവും പള്ളിയുടെ വാതിൽക്കൽ നിൽക്കുമത്രേ ഹബീബ് മുഹമ്മദ് മുസ്തഫ. പള്ളി കയറുന്നവര് പറയും, പടച്ചലൊക്കെ ഇത് അറിഞ്ഞില്ലായിരുന്നു ഉസ്താദേ, ഞാൻ ഇനി വരില്ല. മുസാഫഹാത്ത് നല്ല നിലയ്ക്ക് ചെയ്യാൻ സാധിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, അവന്റെ മരണം ലാഘവത്തോടുകൂടി നടക്കുമേ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ലഘുവായിട്ട് മരിക്കാൻ സാധിക്കും. ലഘുവായിട്ടെന്ന് പറഞ്ഞാല് വളരെ വേദനയില്ലാത്ത മരണം, ഇല്ലേ? വേദനയില്ലാത്ത മരണത്തിലേക്ക് വരാണ് ഹബീബിന്റെ അടുക്കൽ അസ്രായീൽ അലൈഹിസ്സലാം കടന്നു വരാണ്. കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, പ്രവാചകരെ, അങ്ങയുടെ പേരിൽ 10 സ്വലാത്താരെങ്കിലും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട നിലയിൽ ചൊല്ലുകയാണെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകരെ, അവന്റെ റൂഹ് പിടിക്കുന്നത് അംബിയാ മുർസലുകളുടെ റൂഹ് പിടിക്കുന്നത് പോലെ ഞാൻ പിടിക്കുമെന്ന് അസ്രായീൽ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? അല്ലാഹുവേ, അസ്രായീൽ നമ്മുടെ കുടുംബത്തിലുള്ള അത്താന്റെ റൂഹ് പിടിച്ചുകൊണ്ട് പോയപ്പോ, അമ്മാന്റെ റൂഹ് പിടിച്ചുകൊണ്ട് പോയപ്പോ അല്ലാഹുവേ പറഞ്ഞു തന്നിട്ടില്ല. വേദന എങ്ങനെയെന്ന് പറഞ്ഞു തന്നിട്ടില്ല. എന്നാൽ കേട്ടോ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പള്ളിയിൽ പോകാൻ കഴിയുന്നില്ല, നടക്കാൻ കഴിയുന്നില്ല. അലിയാർ തങ്ങളോടും അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെയും വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ 2 പേരുടെയും തോളിൽ കൈയിട്ട് അല്ലാഹുവിന്റെ റസൂലിന് കാല് നിവർത്തി ചവിട്ടാൻ സാധിക്കുന്നില്ല. ഇഴഞ്ഞിഴഞ്ഞ് പള്ളിയിലേക്ക് പോവുകയാ. അല്ലാഹുവേ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, അല്ലാഹു നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, കാൽപാദങ്ങൾ നിലത്തുറയ്ക്കുകയാണ്, ആരോഗ്യം തന്നിട്ടുണ്ട്.
കഴിയുന്നില്ലല്ലോ, പള്ളിയിലേക്ക് പോകാൻ നമുക്ക് കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന ഭാഗമാണ് അത്. കണ്ടോ, അല്ലാഹുവിന്റെ റസൂലിന് കാൽപാദം നിലത്ത് ചവിട്ടാൻ കഴിയുന്നില്ല. രണ്ടുപേരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പള്ളിയിലേക്ക് പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് തറയിൽ കിടന്നു വീഴുകയാണ്. അങ്ങനെയാണ് പോവുക. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അലിയാർ തങ്ങളും സഹാബാക്കന്മാരെ അറിയിക്കുകയാണ്. എന്തിനാ പോകുന്നതെന്നറിയോ? മിമ്പറിന്റെ ഭാഗത്ത് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടിരുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇരിക്കുന്ന സമയത്ത് സഹാബത്തിന്റെ മുന്നിലേക്ക് നോക്കിക്കൊണ്ട് ഹബീബ് പ്രസംഗിക്കുകയാണ്. എങ്ങനാ പ്രസംഗിക്കുന്നതെന്നറിയോ സഹാബ? അല്ലാഹുമ്മ മൻ സബ്ബബതുഹു ഓ ശതംതു. ആദ്യമായി അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയാണ്, സഹാബത്തെ, ആരെങ്കിലും ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്തൊന്നു പറയണേ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാം. എന്തേ? ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ പറയണേ. ഖിസാസ് നടപ്പാക്കാനാണ്. ഞാൻ ആരെങ്കിലും ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു വിളിക്കാനുള്ള അനുമതിയുള്ള സമയമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സഹാബാക്കന്മാര് ആരും മനങ്ങുന്നില്ല. ആരും തന്നെ അവിടെ അനങ്ങാതിരിക്കുന്ന സമയത്ത് ഒക്കാശ എന്ന് പറയുന്ന സഹാബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാം, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് പ്രതികാര നടപടി ചെയ്യാനുണ്ട് പ്രവാചകരെ. നമ്മുടെ ജനാസ കൊണ്ടുവന്ന് വെച്ചിട്ട് പ്രതികാര നടപടി കാണാൻ ചെയ്യാൻ പറഞ്ഞാലേ മെഷീനെ കയറ്റി കിടക്കേണ്ടി വരും അല്ലേ? ഷീറ്റ് അടിക്കുന്നല്ലേ, റബ്ബർ ഷീറ്റ് അടിക്കുന്ന, രണ്ടാമത് അടിക്കുന്നുണ്ടല്ലോ അല്ലെ, അതിനകത്ത് വെച്ച് കയറ്റി കറക്കേണ്ടി വരും. അയൽപക്കക്കാരോട് നമ്മൾ കാണിച്ചത്, കുടുംബക്കാരോട് കാണിച്ചത്. അള്ളാഹുവിന്റെ റസൂല് കാണിക്കാൻ 1500ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് ഒരുമിച്ച് കൂടിയവർ ചിന്തിച്ചു. അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തരുന്നു. അള്ളാഹുവിന്റെ റസൂല് അവിടെ ഇരുന്നു കൊണ്ട് പറയാണ്, ഞാൻ ആരെങ്കിലും ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു വിളിക്ക്, അടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടിക്ക്. സുബ്ഹാനല്ലാഹ്. ഇന്ന് 28 വയസ്സുകാരൻ 4.5 കോടിയുടെ ബാധ്യത. സുബ്ഹാനല്ലാഹ്. എത്ര? അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ 1 ലക്ഷം പോലെ ഒരുമിച്ച് ചേർത്ത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ തന്നെ നിലനിർത്തി പോട്ടെ അല്ലേ? പടച്ചു തമ്പുരാൻ കൂടുതലൊന്നും വേണ്ടാന്നേ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം റഹ്മാനായ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 28 വയസ്സുകാരൻ 4.5 കോടി രൂപയുടെ ബാധ്യത എങ്ങനെ കൊടുത്തു വീടും? ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം ഒന്ന് പരസ്യമായിട്ട് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതെ ഒളിച്ചു നടക്കാൻ. സുബ്ഹാനല്ലാഹ്. ഇത് ഞാൻ പറയുന്നത് വ്യക്തമായി അറിവുള്ളതിന്റെ പേരിൽ മാത്രം പറഞ്ഞു. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതൊക്കെ മരിക്കാൻ സമയത്ത് പറയാണ്, ഞാൻ പൈസ തരാനുള്ളവർ ആരെങ്കിലും വന്ന് ശിക്ഷിച്ചു എന്ന് പറഞ്ഞ വല്ല രക്ഷയുണ്ട്? ഈ മനുഷ്യനുമായിട്ട്, ഈ ചെറുപ്പക്കാരനുമായിട്ട് ബന്ധം പുതുക്കിയതിന്റെ പേരിൽ സ്നേഹബന്ധം നിലനിർത്തി സാമ്പത്തിക ഇടപാട് നടത്തി നാട് വിടേണ്ടി വന്നു. പലരും നാട് വിടേണ്ടി വന്നു. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. പോകട്ടെ. ഹബീബ് പഠിപ്പിക്കുന്നു. ഹബീബ് ചോദിക്കാൻ, ആർക്കെങ്കിലും ഖിസാസ് പ്രതികാരം നടപടി നടത്താനുണ്ടോ? തയ്യാറായിക്കോ. റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റു. അപ്പൊ സഹാബത്ത് അവിടെ ഉണ്ടല്ലോ. സഹാബത്ത് വിടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിൽക്കുന്ന ഉകാശയെ കണ്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേൽക്കുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേൽക്കുകയാണ്. ഏ ഉകാശ, എന്റെ ഹബീബിനെ അടിക്കണ്ട ഉകാശ, പകരം എന്റെ കൈകാലുകൾ ഞാൻ തന്നേക്കാം ഉകാശ, എന്റെ ജീവിതം തന്നെ തന്നേക്കാം ഉകാശ, എന്റെ എല്ലാം തന്നേക്കാം ഉകാശ, എന്റെ ഹബീബിനെ വേദനിപ്പിക്കല്ലേ, വിഷമിപ്പിക്കല്ലേ. സഹാബത്ത് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കൈ കാണിക്കുകയാണ്. ഇരിക്ക അബൂബക്കറേ, ഇരിക്ക ഉമറേ. അവിടെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ എഴുന്നേൽക്കുകയാണ്.
പേരക്കിടാങ്ങളല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ മകള് ഫാത്തിമാന്റെ മക്കളല്ലേ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാന്റെ മക്കൾ എഴുന്നേറ്റുകൊണ്ട് പറയാണ്, എന്റെ ഉപ്പച്ചാനെ അടിക്കല്ലേ, വേദനിപ്പിക്കല്ലേ, പ്രയാസപ്പെടുത്തരുത്. അടിക്കാനാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുണ്ട്, ഞങ്ങൾ രണ്ടുപേരെയും നീ ഉപയോഗിച്ചോ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് രണ്ടുപേരെയും ചേർത്ത് പിടിച്ചിട്ട് പറയാണ്, ഉക്കാശയ്ക്ക് എന്നോടാണ് പകരം വീട്ടേണ്ടുന്നത്, എന്നോടാണ് പകരം വീട്ടേണ്ടുന്നത്. പൊന്നുമക്കൾ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആദരവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഉക്കാശ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, ഉക്കാശ പ്രതികാര നടപടി നടത്തിക്കോ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ഉക്കാശ പറയാണ്, പ്രവാചകരെ ഇതുപോലെ ഇരുന്നു കൊണ്ടല്ല എന്നെ അടിച്ചത്, എന്നെ ഉപദ്രവിച്ചത് ഇതുപോലെയല്ല. പിന്നെ എങ്ങനെയെന്നറിയോ, ബദറിൽ പങ്കെടുത്ത സമയത്ത് അങ്ങ് കൊണ്ട് അടിച്ച വാള് കൊണ്ട് തന്നെ, കുന്തം കൊണ്ട് തന്നെ എനിക്ക് തിരിച്ചു പ്രതികാര നടപടി നടത്തണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാനോട് പറയാണ്, പൊന്നുമക്കളെ ഫാത്തിമാനോട് ചെന്ന് ചോദിച്ചാൽ ഈ പറയപ്പെട്ട കുന്തം അവർ തരുമെന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാന്റെ മുന്നിലേക്ക് കടന്നു ചെന്ന് പേരക്കിടാങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ ചോദിക്കുകയാണ്, പൊന്നുമക്കളെ ഉക്കാശാന്റെ മുന്നിൽ നിങ്ങളുടെ ജീവിതം പണയം വെക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ലേ, നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ലേ എന്ന് പറഞ്ഞപ്പോ ആ പൊന്നുമക്കൾ ഉമ്മാനോട് പറയാണ്, ഉമ്മാ ഞങ്ങളെ കരഞ്ഞ് താനുകയെന്ന് പറഞ്ഞു നോക്കി, പക്ഷേ ഉപ്പച്ചി സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് ആ കുന്തമിങ്ങ് തരിക. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് കേട്ടുകൊണ്ട് മഹദി ഫാത്തിമ ആ കുന്തം എടുത്തു കൊടുത്തു വിടുകയാണ്. റളിയല്ലാഹു തആല അൻഹുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അടുക്കലേക്ക് വിളിക്കുകയാണ്. വിളിച്ചുകൊണ്ട് പറയുന്നു, കാശ തിരിച്ചു പ്രതികാര നടപടി നടത്തിക്കോ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, ഹബീബേ ഉപദ്രവിച്ച സമയത്ത് എന്റെ ശരീരത്ത് വസ്ത്രമില്ലായിരുന്നു, അതുകൊണ്ടങ്ങ് വസ്ത്രം മാറ്റണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് ഖമീസ് ഇങ്ങനെ അടിച്ചു മാറ്റുകയാണ്. ഖമീസ് അടിച്ചു മാറ്റുമ്പോ വാള് വലിച്ചെറിഞ്ഞുകൊണ്ട്, കുന്തം വലിച്ചെറിഞ്ഞുകൊണ്ട് സൂര്യനുദിച്ചതുപോലെ നിൽക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ശരീരം കണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയാണ്, ഹബീബേ അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം ഹബീബേ. ഞാനിത് ചെയ്തത് എന്തിനെന്നറിയോ, അല്ലാഹുവിന്റെ റസൂല് അങ്ങയുടെ ശരീരത്തോടൊന്ന് ചേർന്ന് നിന്നാൽ എന്റെ ശരീരം നാളെ മണ്ണിലേക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോ എന്നെ ഉപദ്രവിക്കില്ലല്ലോ, അത് മനസ്സിലാക്കിയിട്ട് ചേർന്ന് നിന്നതാണ്. അതുകൊണ്ട് ഹബീബേ, അതുകൊണ്ട് റസൂലേ എന്നോട് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് പൊരുത്തപ്പെടുവിച്ച അല്ലാഹുവിന്റെ റസൂല് ഭവനത്തിലേക്ക് മടങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതമാ പറയുന്നത് പെണ്ണുങ്ങളെ. അല്ലാഹുവിന്റെ റസൂല് വീട്ടിലേക്ക് മടങ്ങുകയാണ്. വല്ലാത്ത വേദനയാണ്. 3 ദിവസത്തോളം പനി വരികയാണ്. 3ാമത്തെ ദിവസം ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന ഭവനത്തിലേക്ക് ഒരു അറാബിയായി തോന്നുന്ന മനുഷ്യൻ വന്ന് നിന്നുകൊണ്ട്, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് സലാം പറയുകയാണ്. മഹദി ഫാത്തിമ വന്ന് നിന്നുകൊണ്ട് പറയാണ്, ഉപ്പച്ചിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല, അതുകൊണ്ട് താങ്കൾ മടങ്ങിപ്പോകണമെന്ന് പറയുകയാണ്. അതിനുശേഷം വീണ്ടും ഉപ്പച്ചിന്റെ അടുക്കലേക്ക് കടന്നു ചൊല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ കടന്നു ചൊല്ലുമ്പോ വീണ്ടും സലാം പറയുകയാണ്, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. വീണ്ടും ഫാത്തിമ ഓടുകയാണ്. ആരാണെന്ന് നോക്കാൻ ഓടുകയാണ്. ആ സമയത്ത് വീണ്ടും അതേ മനുഷ്യൻ നിൽക്കുകയാണ്. ആ
മനുഷ്യനോട് പറയാൻ, ഉപ്പച്ചിക്ക് സുഖമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് താങ്കൾ മടങ്ങിപ്പോകണമെന്ന് പറയുകയാണ്. ഫാത്തിമ ബീവി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് മടങ്ങി വരുമ്പോ, മോളെ ഫാത്തിമ, ആ വന്നു നിന്നത് ആരാണ് മോളെ? അല്ലാഹുവിന്റെ റസൂലിനോട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഒരു അഅറാബിയായ മനുഷ്യനാണ് ഉപ്പാ. അഅറാബിയായ മനുഷ്യനാണ്. മൂന്നാമത് സലാം അടക്കുമ്പോ, മൂന്നാമത് സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തല ഒന്ന് ഉയർത്തി നോക്കുകയാണ്. ഫാത്തിമ ഓടിച്ചെന്ന് വാതിൽക്കലേക്ക് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, പറയുന്നു, മോളെ ഫാത്തിമ, ആ വാതിലൊന്ന് തുറന്നു കൊടുക്കണേ. വാതിലൊന്ന് തുറന്നു കൊടുക്കേണ്ട സമയം ആ പുറത്തു നിന്ന് സലാം പറഞ്ഞ മനുഷ്യൻ ആദരവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ആദരവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയുടെ ഭാഗത്തേക്ക് വന്ന് നിൽക്കുകയാണ്. എന്നതിന് ശേഷം അല്ലാഹുവിന്റെ റസൂലിനോട് കുശലാന്വേഷണം നടത്തുന്നു. ഫാത്തിമയോട് ചോദിക്കാണ്, മോളെ ഫാത്തിമ, ഈ വന്നു നിൽക്കുന്നത് ആരെന്നറിയോ എന്ന് ചോദിക്കുമ്പോ അറാബിയായ മനുഷ്യനാണെന്ന് ഫാത്തിമാന്റെ മറുപടി കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, മോളെ, ഹാദാ ഹാദിമുൽ ലദ്ദാത്ത് വഖാതിഉശ് ശഹവാത്ത് വമുഫർരിഖുൽ ജമാഅത്ത് വമുയത്തിമുൽ ബനീന വൽ ബനാത്ത് വഖാബിദുൽ അർവാഹ് മലക്കുൽ മൗത്ത് അസ്റായീൽ. പൊന്നുമോളെ, ഈ ദുനിയാവിന്റെ എല്ലാ സുഖങ്ങളെയും നശിപ്പിച്ചു കളയുന്ന അസ്റായീലാണ് പൊന്നുമോളെ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഇത് കേൾക്കേണ്ടുന്ന താമസം നിലവിളിക്കുകയാണ്. വാബാ വാബതാ കർബാ, എന്റെ ഉപ്പാക്ക് വന്ന കേട്, എന്റെ ഉപ്പാക്ക് വന്ന ബുദ്ധിമുട്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നിലവിളിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മോളെ, കരയരുത്, നിലവിളിക്കരുത്, പ്രയാസപ്പെടരുത്. അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരം വന്നതാ, അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരം വന്നതാണ്. എന്റെ റൂഹ് പിടിക്കാനാണ് അസ്രായീൽ അലൈഹിസ്സലാം പെരുവിരൽ മുതൽ റൂഹ് പിടിക്കുകയാണ്. പെരുവിരൽ മുതൽ റൂഹ് പിടിക്കുമ്പോ അസ്രായീലിനോട് പറയുന്നു, അസ്രായീൽ, എനിക്ക് അവസാനമായ ഒരു ആഗ്രഹമുണ്ട്, അവസാനം എനിക്കൊരാഗ്രഹമുണ്ട് അസ്രായീൽ. അസ്രായീൽ ചോദിക്കുന്നു, എന്താണ് പ്രവാചകരെ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ എനിക്കൊന്ന് കാണണം, ജിബ്രീലിനെ എനിക്കൊന്ന് കാണണമെന്ന് പറയുമ്പോ ജിബ്രീലിനെ വിളിച്ചു വരുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് നിൽക്കുന്നു. ജിബ്രീൽ മുഖം തിരിച്ചിരിക്കുകയാണ്. ജിബ്രീലിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീൽ, എന്നെ നോക്കാൻ വെറുപ്പാണോ? എന്റെ മുഖത്തേക്ക് നോക്കാൻ വെറുപ്പാണോ? പ്രയാസമുണ്ടോ ജിബ്രീൽ? എന്ത് തെറ്റ് ചെയ്തു ഞാൻ? ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയാ, അല്ലയോ പ്രവാചകരെ, റൂഹ് പിടിക്കുന്ന ഈ സമയത്ത്, അങ്ങയുടെ വേദന കൊണ്ട് പുളകുന്ന ഈ സമയത്ത്, അങ്ങയുടെ മുഖം ചുളിയുന്നത് കാണാൻ എനിക്ക് കഴിയില്ല പ്രവാചകരെ, എനിക്ക് കഴിയില്ല പ്രവാചകരെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. അസ്രായീൽ റൂഹ് പിടിച്ചുകൊണ്ട് കടന്നു വരുമ്പോ തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, അസ്രായീലേ, എന്റെ റൂഹ് പിടിക്കുന്നത് പോലെയാണോ കങ്ങഴയിലുള്ള മുസ്ലിമിന്റെ റൂഹ് പിടിക്കുന്നത്, ഈ സദസ്സിലിരിക്കുന്നവരുടെ റൂഹ് പിടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് അസ്രായീൽ അലൈഹിസ്സലാം പറയാണ്, പ്രവാചകരെ, ഈ ഭൂമി ലോകത്ത് ഇതുപോലെ റൂഹ് പിടിച്ചിട്ടുള്ള ഒരാള് പോലുമില്ല പ്രവാചകരെ. ഇതുപോലെ ഇനി റൂഹ് മറ്റൊരാളുടെ റൂഹും പിടിക്കുകയില്ല
അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ട് പറയാണ് അസ്സലാ അസ്സലാ യാ ഉമ്മതി അസ്സലാ. നമസ്കാരത്തെ നിലനിർത്തണേ എന്റെ ഉമ്മത്തെ എന്ന് ആദരവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിൽ മനസ്സിലെത്തി ഒന്ന് ചിന്തിക്കപ്പെടച്ചറപ്പ്. ഈ മരണാസന്നമാകുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പോലും കരഞ്ഞുപോയെങ്കിൽ, വേദനയുണ്ട് എന്ന് പറഞ്ഞുപോയെങ്കിൽ, നമ്മുടെ റൂഹ് പിടിക്കാനും അസ്രായീൽ കടന്നു വരും. ആ സമയത്ത് വേദനയില്ലാതെ പിടിക്കണോ? ചൊല്ല് ഹബീബിന്റെ പേരിൽ സ്വലാത്തുകൾ ധാരാളം ചൊല്ലാൻ വേണ്ടി സമയം കണ്ടെത്തി പടച്ച തമ്പുരാൻ നമുക്കതിന്റെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്തുകൾ ചൊല്ലാൻ അല്ലാഹു നമുക്ക് അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറ്റുന്നവർ ആലോചിച്ച് ഓർത്തു വെച്ചോ. 5 വഖത്ത് നമസ്കരിക്കുമ്പോൾ ഓരോ നമസ്കാരം ഓരോ ഫർദുകൾ കഴിയുമ്പോഴും അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് 11 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയതിന് ശേഷമേ ആ നമസ്കാരപ്പായിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പാടുള്ളൂ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് 11 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയതിന് ശേഷമേ നമ്മുടെ നമസ്കാരപ്പായിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 55 സ്വലാത്ത്. കണ്ണീര് വരണം സ്വലാത്ത് ചൊല്ലുമ്പോൾ. നമുക്കുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ നടന്ന ഓരോ മക്കളുടെ പ്രസംഗങ്ങളും എടുത്തൊന്ന് പരിശോധിച്ചു നോക്ക്. ഹബീബിനോട് എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? ആ ഭാഗമൊന്നും പറഞ്ഞതുമില്ല, അതിലേക്ക് പോകാനുള്ള സമയവും ഇല്ല. 1 മണിക്കൂർ പറഞ്ഞ് ഏകദേശം 1 മണിക്കൂർ കഴിയുകയും ചെയ്യും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വലാത്ത് ചൊല്ലാനുള്ള ഭാഗ്യം, നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താനുള്ള ഭാഗ്യം. സ്വലാത്ത് ചൊല്ലുമ്പോൾ മറ്റൊരു ചിന്തയില്ലാതെ അല്ലാഹുവിൽ ലയിച്ചുകൊണ്ട് ആലോചിച്ചു നോക്ക്. ഇന്ന് വരെ 1500ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഇന്നത്തെ ഇശാഇന്റെ ബാങ്ക് വിളിച്ചപ്പോൾ പോലും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമല്ല വിളിച്ചത്, എന്ന് മാത്രമല്ല അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ നാമവും അല്ലാഹുവിന്റെ നാമത്തിനോട് ചേർത്ത് തന്നെയാ പറഞ്ഞത്. അതില്ലാതെ ഒരു മനുഷ്യർക്ക് വിജയിക്കാൻ കഴിയില്ല. അല്ലാഹു മാത്രം പോരാ, ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിലേക്ക് എത്തണോ? ഹബീബ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബിന്റെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് നമ്മുടെ ഭവനത്തിൽ ഉള്ള മക്കൾ, കൊച്ചുമക്കളാകട്ടെ വലിയ മക്കളാകട്ടെ, സ്വലാത്ത് ചൊല്ലിയതിന് ശേഷമേ പഠിക്കാൻ പോലും ഇരിക്കാവൂ. ആ ഒരു അവസ്ഥ നമ്മുടെ പഴയ കാലഘട്ടത്തിലേക്ക് വന്നില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരിക്കുന്ന ശിക്ഷയുടെ കൂമ്പാരം നമ്മുടെ മുമ്പിലേക്ക് വരും. ഒരു സംശയം വേണ്ട. അല്ലാഹനെ മറന്നതുകൊണ്ട്, അല്ലാഹുവിന്റെ റസൂലിനെ മറന്നതുകൊണ്ട്, ഹബീബിന്റെ ചര്യകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയതുകൊണ്ട്, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളുണ്ടല്ലോ, എണ്ണിയാലൊടുങ്ങില്ല. അതുകൊണ്ട് ആ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ വേണോ? ഹബീബിലേക്ക് അടുക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന്റെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വേണ്ടത് വെച്ചാൽ ഇൻഷാ അല്ലാഹ് മാസത്തിൽ ഒരിക്കൽ നമ്മുടെ PTA കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് നമ്മുടെ ഇവിടെയും മാസത്തിൽ ഒരിക്കൽ സഹോദരിമാരുടെയും സഹോദരങ്ങളുടെയൊക്കെ ക്ലാസ് നടത്തണമെന്നൊക്കെ ആശയം പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പിലുണ്ട്. ക്ലാസ് എടുക്കുന്ന സമയത്ത് ഉസ്താദും ജലീൽ ഉസ്താദ് മാത്രം പോരാ, ക്ലാസ് എടുക്കുന്ന ഉസ്താദും ജലീൽ ഉസ്താദ് മാത്രം പോരാ, അതിനൊരു സൗകര്യം സമയവും കണ്ടെത്തി എല്ലാവർക്കും ഒരുമിക്കാൻ പറ്റുന്ന സമയമേത് എന്ന് മനസ്സിലാക്കി വെറും വാഴ് മാത്രമല്ല, നമസ്കാരത്തിന്റെ ഷർത്തുകൾ പഠിച്ചേ മതിയാവുകയുള്ളൂ. നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം ശരിയാണോ? വുദൂ ശരിയാണോ? നോമ്പ് ശരിയാണോ? ഉംറ ശരിയാണോ? നമ്മൾ ഉംറ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. ഉംറയുടെ ക്ലാസ്സിന് പോകുമ്പോൾ ചെന്നിരുന്നിട്ട് ആലോചിക്കും, പടച്ചാമ്പുരാനെ ഇതൊന്നും എനിക്കറിയൂല. അതേ ക്ലാസ്സിലെ ഉംറയുടെ ക്ലാസ് ഉണ്ടല്ലോ,
ഉംറയുടെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഇന്നത് പറയണം അത് പറയണം എന്നൊക്കെ പറയുത്താതെ ഒരു രക്ഷയില്ലാത്താതെ ഒരു തുള്ളി നീളത്തിൽ വരും. അല്ല എനിക്ക് അറബി വായിക്കാൻ അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാതെ ഉസ്താദ് വന്നിരുന്ന് പഠിപ്പിക്കാൻ പറ്റുമോ? അത് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണ്. പഠിപ്പിക്കാൻ ഉസ്താദ് എന്നുള്ള നിലയ്ക്ക് ഞാനടങ്ങുന്ന, ജലീൽ ഉസ്താദ് അടങ്ങുന്ന, നമ്മുടെ ജമാഅത്തിൻ്റെ പ്രതിനിധികൾ അടങ്ങുന്ന, PTA കമ്മിറ്റി അടങ്ങുന്ന ഈ വിഭാഗം തയ്യാറാകാത്ത പക്ഷം നാളെ അള്ളാഹിൻ്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. ഞാൻ പിന്നിലുണ്ടാവും കേട്ടോ. കമ്മിറ്റിക്കാരെ ആദ്യം പിടിക്കും, ഇങ്ങോട്ട് വാ, 1 വർഷമാണോ 2 വർഷമാണോ, PTA കമ്മിറ്റി 1 വർഷമാണോ 2 വർഷമാണോ, ഇങ്ങോട്ട് വന്ന് എന്ത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ 2025 റിയാസ് ഖാദി സൈഡിലിരുന്നു ചോദിക്കട്ടെ. ഞാൻ പറയുന്നു എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഇൻഷാ അല്ലാഹ്. ഞാൻ എൻ്റെ മഹല്ലിൽ, ഞാൻ ഇവിടെ ജോലി നോക്കുമ്പോൾ ഇതാണ് എൻ്റെ മഹല്ല്. ഈ മഹല്ലിൻ്റെ എല്ലാ ഇൽമുപരമാകട്ടെ അമലുപരമാകട്ടെ ഉന്നതിയിലെത്തുന്ന രീതിയിൽ ഏത് നില വരെ പ്രവർത്തിക്കാനും ഈ വിനീതൻ തയ്യാറാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ തയ്യാറാണെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ വിളിക്കും, ചാരം പറമ്പിൽ, മറ്റേ ആൾ അങ്ങോട്ട് നീങ്ങട്ടെ ഇങ്ങോട്ട് നീങ്ങട്ടെ എന്ന് നരകത്തിൻ്റെ അവകാശികൾ ആകാതെ. ഇവിടെ നമ്മൾ സംഭാവനകളൊക്കെ ധാരാളം കൊടുക്കുന്നുണ്ട്, എന്തേ ഇന്ന ആൾക്കാർ ഇത്ര രൂപ കൊടുക്കുന്നുണ്ട് എന്നതുപോലെ അവിടെയും എഴുത്തുണ്ട്. അവിടെയും ചെല്ലുമ്പോൾ വലിയൊരു ബുക്കുണ്ട്. ആ ബുക്ക് എടുത്ത് വെച്ചിട്ട് ഫാത്തിമ ബീവി ഇടത്തോട്ട് നീങ്ങില്ല, സുഹറ ബീവി വലത്തോട്ട് നീങ്ങുന്നില്ല. വലത്തോട്ട് നീങ്ങണവര് സ്വർഗത്തിലും ഇടത്തോട്ട് നീങ്ങണവര് എവിടെയാ? അള്ളാഹു പടച്ചു തമ്പുരാൻ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ആ ഇടത്തോട്ട് പോകാതെ വലത്തോട്ട് തന്നെ നമുക്ക് പോകണം എന്ന ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കാനാണ് എനിക്കും ഇഷ്ടം. അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചു തമ്പുരാൻ നമ്മുടെ മക്കൾക്ക് നാഫിയായ ഇൽമു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ പഠിക്കാൻ നമ്മൾ തയ്യാറാകുക. ചെറിയ തോതിൽ ഇപ്പൊ നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കും, കതിരിന്മേൽ ചാണാൻ വെച്ചിട്ട് ഒരു കാര്യമില്ല. എവിടെ കതിരിന്മേൽ അല്ലേ? അങ്ങനെയല്ലോ പറയണേ. എങ്ങനെയമ്മ എങ്ങനെ? നമ്മളവിടെ ഈ കതിര് എന്ന് പറഞ്ഞാല് എന്തെന്നാ പറയുന്നത്? ഇവിടെ കയ്യിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇല്ലല്ലോ. ഉണ്ടോ? അവിടെ ഉണ്ടോ? മാഷാ അല്ലാഹ് ഇല്ലല്ലോ. റാഹത്താണ്. മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ ഈ അരി വരുന്നത് എങ്ങനെയാണ്, നെല്ലിനകത്ത് നിന്നാണെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ഇത് എങ്ങനെയാ ഇതിനകത്ത് ഇത് ഇങ്ങനെ ഒപ്പിച്ച് വെക്കണേ എന്നാണ് വെച്ചത്. ഓരോന്ന് എടുത്ത് വെക്കുമെന്ന് എൻ്റെ മോൻ എന്നോട് ചോദിച്ചാണ്. നെല്ല് കടയിൽ നിന്ന് വാങ്ങിച്ച് അതിനെ ഒന്ന് പൊടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഇപ്പൊ നെല്ലില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അതൊക്കെ ഇങ്ങല്ല അവർക്കണ്ട. ആ നെല്ലെടുത്ത് വെച്ച് ചോദിച്ചപ്പോ അവൻ ചോദിക്കാനെന്തേ ഓരോ അരിയും പെറുക്കി വെച്ചിട്ട് ഇതിനെ എങ്ങനെ മൂടി ഒപ്പിച്ചു എന്നാ. അപ്പൊ അതിൽ പൊടിച്ചു വരുന്നത് കതിര് എന്ന് പറയും. അതിന്റെ മുകളിൽ ചാണകം വെക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വളം വെക്കുക എന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? വളം വെക്കേണ്ടത് എവിടെയാ? അതിന്റെ ചുവട്ടില്ലേ? നമുക്ക് ചെറുതിലെ കിട്ടി നിർത്താതെ ഇല്ല. നമ്മൾ പഠിക്കും. മലയാളം അള്ളാഹുവിനെ അറിയാന്നേ. ബഹുഭാഷാ പണ്ഡിതരാണ് പടച്ചമ്പുരാൻ. അള്ളാഹുവിനെല്ലാം അറിയാം. ഫറളുകൾ മാത്രം അറബിയിൽ പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ സുഖകരമായിട്ട് നടക്കും. അള്ളാഹു സുബ്ഹാനഹു. സിമ്പിളായിട്ടൊന്ന് പറയട്ടെ, 15 ദിവസം കൊണ്ട് നമ്മുടെ മക്കൾ നമസ്കാരത്തിൻ്റെ ഒരു പേപ്പറൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് പഠിച്ചായിരുന്നു. സൂപ്പർ പേപ്പറായിരുന്നു അല്ലേ? അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഓരോ ദിവസം ഓരോ ദുആ. അത് പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയുണ്ടോ? തുടക്കം മുതൽ ഒടുക്കം വരെ നമസ്കരിക്കാൻ കഴിയും. നമ്മൾ എന്തുമാത്രം പരിശ്രമിച്ചിട്ടുണ്ട്. അത് എഴുതി ഒപ്പിട്ട് പിന്നെ എൻ്റെ കൊണ്ട് എല്ലാം കൊള്ളാം, കാണാൻ പാടാണ്. ഖുർആൻ വേണമെങ്കിൽ തുടക്കം മുതൽ ഒടുക്കം വരെ കാണാതെ ഓതി കേൾപ്പിക്കും. കാരണമുണ്ടോ? അതില്ല. എന്തേ കാര്യം? കത്താനോമാനക്കാരില്ലല്ലോ. 6 വയസ്സുകാരൻ മദ്യപിച്ചു. അതൊക്കെയാണ് വലിയ കാര്യമില്ലേ? ഇപ്പൊ MDMA ആണ്. ഈ 13 വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥ. എൻ്റെ മുന്നിൽ വന്നൊരു മാതാവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, 6 വയസ്സുകാരൻ മദ്യപിച്ചു. അത് എങ്ങനെ മദ്യപിച്ചു? അവിടെയാണ് പ്രശ്നം. വാപ്പച്ചി കുടിച്ചിട്ട് വെച്ചിരുന്ന എൻ്റെ കുപ്പിയുടെ ബാലൻസ് മകൻ വാപ്പച്ചി എങ്ങനാ കുടിക്കണേ? ഗ്ലാസ് എടുത്ത് വെച്ചു, അതിനകത്തേക്ക് ഒഴിച്ചു, വെള്ളമൊക്കെ ഒഴിച്ചിട്ട് റാഹത്തായിട്ട് കുടിച്ചു.
ആരടിക്കണം? 6 വയസ്സുകാരനെ അടിക്കണോ? ആരടിക്കണം പറ? ആദ്യം നന്നാവേണ്ടത് ആരാ? നമ്മൾ രക്ഷകർത്താക്കൾ എന്നുള്ള നമ്മൾ, മാതാവും പിതാവും നന്നാകാതെ നമ്മുടെ മക്കളെ പടിമക്കളെ, ഓതുമക്കളെ നമ്മളെവിടെ? ടിവിയുടെ മുമ്പില്, മൊബൈലിന്റെ മുമ്പില് മക്കള് പഠിക്കോ? പഠിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് എൻ്റെ പ്രിയ രക്ഷകർത്താക്കളോട് പറയാണ്, നമ്മൾ നേർവഴിയിലാകാതെ രക്ഷയേയില്ല. നേർവഴിയിലാകാൻ നമ്മൾ നേർവഴിയിലായാൽ മാത്രമേ നമ്മുടെ മക്കൾ നമ്മുടെ മുമ്പിലേക്ക് വരുകയുള്ളൂ. ഇതിന് മുന്നേ ഒരു സ്ഥലത്ത് ജോലി നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു പിതാവ് എന്നോട് വന്നിട്ട് പറയാം, ഉസ്താദേ എൻ്റെ മോൻ നിസ്കരിക്കൂല ഉസ്താദേ. ആ മനുഷ്യനോട് ഞാൻ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ എപ്പോഴാ പള്ളിയിൽ വരണേ? ആ മനുഷ്യരെ